വീണ്ടും ശിരൂരിലേക്ക് അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ ട്രക്കിന്റെ ഭാഗം മണ്ണിൽ പുതഞ്ഞ നിലയിൽ നദിയിൽ കണ്ടെത്തി. ട്രക്ക് ഉയർത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഷഫീഖ് നസറുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, 2 ട്രക്കുകളുടെ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ കൂടിയും അതിനകത്തൊന്നും രണ്ടിലും ക്യാബിനില്ലെന്നാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ച വിവരങ്ങൾ. ഇപ്പോൾ അത് പൂർണ്ണമായും പൊക്കി നോക്കി, പൂർണ്ണമായും പൊക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ ഇപ്പോൾ അവിടുത്തെ നമ്മുടെ സംവിധാനങ്ങൾ ഉള്ളത്? ഷഫീഖ്, ഉപയോഗിച്ച് അത് ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് ആ കണ്ടെത്തിയ ആ ട്രക്കിന്റെ ഭാഗം ഉയർത്താനാകുമോ എന്നൊരു പരിശോധനയാണ് നടത്തുന്നത്. അതിന്റെ ശ്രമം, അതിന്റെ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2 ട്രക്കുകൾ 2 ഭാഗങ്ങളിലായി 2 വാഹനങ്ങളുടെ ഭാഗങ്ങളുണ്ട് എന്നാണ് നേരത്തെ ഈശ്വർ മൽപ്പെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. അതിൽ ആദ്യം കണ്ടെത്തിയ ഭാഗത്ത് ഇപ്പോൾ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്താൻ പറ്റുമോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ആ ഡ്രഡ്ജറിലാണ് ഒരു ക്രെയിൻ ഉള്ളത്. ആ ക്രെയിൻ ഉപയോഗിച്ച് ആദ്യ കണ്ടെത്തിയ ഭാഗം, ആ വാഹനത്തിന്റെ ഭാഗം ഉയർത്താനുള്ള ശ്രമം നടത്തുന്നു. ആ ഭാഗത്താണ് മണ്ണിൽ പുതഞ്ഞ നിലയിൽ ഒരു വാഹനത്തിന്റെ ഭാഗമുള്ളത്. അത് ടയർ മുകളിലോട്ട് പൊങ്ങിയ അവസ്ഥയിലാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ ഭാഗമാണ് ഇപ്പോൾ ഉയർത്താനുള്ള ശ്രമം പുരോഗമിക്കുന്നത്. ഷഫീഖ്, നേരത്തെ ഈശ്വർ മൽപ്പെ മാത്രമാണ് ഇപ്പോൾ മുങ്ങുന്നത് അല്ലെങ്കിൽ മുങ്ങിത്തപ്പിയുള്ള പരിശോധനയിലുള്ളത് എന്ന കാര്യം നേരത്തെ ഷഫീഖ് സൂചിപ്പിച്ചിരുന്നു. അക്കാര്യം ലോറി ഉടമ മനാഫും പറഞ്ഞു. നമുക്ക് കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ വേണം, കാരണം നാവികസേനയുടെ സംഘാംഗങ്ങൾ ഇന്ന് ആ തെരച്ചിലിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ക്രെയിനുകൾ വേണം, ആ നിലക്ക് സംവിധാനങ്ങൾ, മെഷീനറീസും വേണം, ഒപ്പം ആൾബലവും വേണം. അപ്പോൾ നിലവിലുള്ള തെരച്ചിലിൽ ഇതുവരെയുള്ള പുരോഗതിയിൽ എന്തെല്ലാം അപര്യാപ്തതകൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? അത് ഏതെല്ലാം നിലക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വരും മണിക്കൂറുകളിൽ? ഈ ഡ്രഡ്ജറിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണ്. ഒന്ന് ഒരു മണ്ണ് മാന്തി യന്ത്രവും, മറ്റൊന്ന് ഒരു ക്രെയിനും. ആ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് നേരത്തെ പുഴയിൽ മണ്ണിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയ ആ ലോറി ഉയർത്താനാകുമോ എന്നൊരു പരിശോധന നടത്തുന്നു. അപ്പോഴും അവിടെ മുങ്ങൽ വിദഗ്ധനായി ഈശ്വർ മൽപ്പയാണ്. ഈശ്വർ മൽപ്പെ മുങ്ങി ആ ക്രെയിൻ ഉപയോഗിച്ച് ഇത് പൊക്കാനാവുമോ എന്നത് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ SDRFന്റെ സംഘാംഗങ്ങൾ ഇതിന് സുരക്ഷ ഒരുക്കുന്നതിനായി പ്രത്യേക ബോട്ടിൽ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജർ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരുമുണ്ട്. ഈ ഡ്രഡ്ജറിൽ ഉള്ള ക്രെയിൻ ഉപയോഗിച്ച് എങ്ങനെ ഈ ലോറി ഉയർത്താൻ കഴിയുമോ എന്നൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ലോറി ഉയർത്താനാവും എന്നാണ് ഡ്രഡ്ജറിലുള്ള സാങ്കേതിക വിദഗ്ധർ പറയുന്നത്. ആദ്യം കണ്ടെത്തിയ ഒരു ലോറി അതിന്റെ മുൻഭാഗം മണ്ണിലേക്ക് ഇടിഞ്ഞ് കുമിഞ്ഞ് ഇരിക്കുന്നത് പോലുള്ള ഒരു ഉണ്ട്. ടയറുകൾ മുകൾ ഭാഗത്താണ്. ഈ മണ്ണിൽ പുതഞ്ഞ രൂപത്തിലാണുള്ളത്. അതിന്റെ ക്യാബിൻ ഈ മണ്ണിനകത്തുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. ആ ഭാഗമാണ് ഇപ്പോൾ മുങ്ങി പരിശോധിച്ചതിന് ശേഷം ക്രെയിൻ ഉപയോഗിച്ച് പൊക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമത്തെ ഒരു വാഹനത്തിന്റെ ഒരു ക്യാബിന്റെ ഒരു ഭാഗം. ആ ക്യാബിന്റെ മുൻഭാഗം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സ്റ്റിയറിംഗും മറ്റു ഒന്നും ഇല്ല എന്ന് നേരത്തെ ഈശ്വർ മൽപ്പെ പറഞ്ഞിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വാഹനത്തിന്റെ ഭാഗം തൊട്ടപ്പുറത്തുണ്ട്. അതും ഇത് ഉയർത്തിയതിനു ശേഷം ഒരു ശ്രമം നടത്തും. ഇപ്പോൾ നിലവിൽ ഈ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് എങ്ങനെ അത് ഉയർത്താനാവും എന്നതിനെ കുറിച്ചുള്ള അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ട്രെയിൻ ഇപ്പോൾ ഡ്രഡ്ജർ ഈ ഈശ്വർ മൽപ്പെ മുങ്ങി പരിശോധന നടത്തി വാഹനമുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ തൊട്ടടുത്തേക്ക് ആണ് നങ്കൂരമിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ആ ക്രെയിൻ താഴോട്ടേക്ക് പോയി ഈ വെള്ളത്തിന്റെ താഴ്ഭാഗത്ത് മണ്ണിൽ പൊതിഞ്ഞ നിലയിലുള്ള ലോറിയിലേക്ക് അത് ട്രെയിനിന്റെ ഹുക്ക് ഘടിപ്പിക്കേണ്ടതുണ്ട്. ആ ഹുക്ക് ഘടിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയാ, ഇപ്പോൾ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന കണ്ടെത്തിയിട്ടുള്ള ഭാഗം പൂർണ്ണമായും പൊക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്, വെള്ളത്തിനടിയിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈശ്വർ മൽപ്പെ താഴോട്ട് മുങ്ങി അതിനകത്ത് ഹുക്ക് ഇടുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇനി ഹുക്കിട്ട് കഴിഞ്ഞാൽ ഈ ക്രെയിൻ ഉപയോഗിച്ച് ആ ഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണിപ്പോൾ ഒരു ദൗത്യത്തിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. എന്തായാലും പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത്രയും നിലവിലൊരു ആശയക്കുഴപ്പമുള്ളത് ഷഫീഖ്, നിലവിലൊരു ആശയക്കുഴപ്പവും ആശങ്കയും ഉള്ളത് ഒന്നിലധികം വാഹനങ്ങൾ മണ്ണിനടിയിലുണ്ട് എന്നിപ്പോൾ തെരച്ചിൽ വ്യക്തമായിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിലേത് വാഹനമാണ് അർജുൻ്റേത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഒരു ലോറിക്ക് പൂർണ്ണമായും ക്യാബിൻ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ലോറിക്ക് ഇപ്പോൾ പൂർണ്ണമായും നമുക്ക് അതിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത ഒരു ലോറിക്ക് ഈ രണ്ട് ലോറികൾക്കും പൂർണ്ണമായും ക്യാബിൻ ഇല്ല എന്ന് നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഷഫീഖ്? സൈഫുദ്ദീൻ, അങ്ങനെ രണ്ട് ലോറിയുടെ ഭാഗങ്ങൾക്കും ക്യാബിനില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു ക്യാബിനാണ് പൂർണ്ണമായും തകർന്ന രൂപത്തിൽ തൊട്ടപ്പുറത്ത് കണ്ടെത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ക്യാബിൻ ഈ മണ്ണിൽ പൂണ്ട് കിടക്കുന്നത് പോലെയാണ്. അതിന്റെ ടയർ ഭാഗമാണ് ഇപ്പോൾ മുകൾ ഭാഗത്ത് കാണുന്നത്. അതിന്റെ അകത്ത് ഈ ക്യാബിനുണ്ടോ എന്നത് പൊക്കി പരിശോധിച്ചതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ. ഈ രണ്ടും അർജുന്റെ ലോറിയുടെ ഭാഗമാണോ എന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. അതും ലോറി പൊക്കിയതിന് ശേഷം മാത്രമേ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ. കൂടുതൽ വാഹനങ്ങൾ ഇതിൽ അപകടപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം പ്രധാനമായി ഇപ്പൊ രണ്ട് വാഹനങ്ങളുടെ ഭാഗങ്ങൾ മാത്രമേ ഈ പുഴയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. നിലവിലുള്ള സർക്കാരിന്റെ ഔദ്യോഗിക ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ടാങ്കർ ലോറിയുടെ ക്യാബിന്റെ ഭാഗവും അതോടൊപ്പം അർജുന്റെ ലോറിയുമാണ് ഈ ഗംഗാവാലി പുഴയുടെ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് അർജുന്റെ ലോറിയാണ്, മറ്റൊന്ന് ടാങ്കർ ലോറിയുടെ ക്യാബിന്റെ ഭാഗമാണ്. ടാങ്കർ ലോറിയുടെ ക്യാബിൻ ഒഴികെയുള്ള ഭാഗം അപകടം നടന്നതിന്റെ 2 ദിവസത്തിന് ശേഷം ഈ പുഴയിൽ നിന്ന് പൊക്കിയെടുത്തിരുന്നു. ആ സമയത്ത് അതിന്റെ ക്യാബിൻ ഉണ്ടായിരുന്നില്ല. ആ ക്യാബിൻ ഇതിൽ തളിയിലുണ്ടാവാം എന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഇത് മൂന്നാമതേതോ ഒരു വാഹനത്തിൻ്റെതാണോ എന്നൊരു സംശയവും മനാഫ് നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുവരെയും ഈ അപകടത്തിൽ പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത ഒരു വാഹനം കൂടി ഈ പുഴയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ആ ഏത് വാഹനമാണ് എന്നത് ഇത് പൊക്കിയതിന് ശേഷം ഉയർത്തിക്കൊണ്ടുവന്ന് മാത്രമേ സ്ഥിരീകരിക്കാൻ പറ്റൂ. ഇപ്പോൾ അത് വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഷഫീഖ്. ഇപ്പോ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം ആ ഭാഗം എന്ന് വെച്ചാൽ ഉരുൾപൊട്ടലുണ്ടായി മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിൻ്റെ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നല്ലോ. അപ്പോൾ ഈ റോഡിന് സൈഡിലായി നിർത്തിയിട്ട ലോറികൾ, നിരനിരായി നിർത്തിയിട്ട ലോറികൾ കാണാമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്തുള്ള കണക്കനുസരിച്ച് 2 വാഹനങ്ങൾ 2 ലോറികൾ മാത്രമാണ് മണ്ണിടിയിൽപ്പെടാൻ സാധ്യതയുള്ളത്. എങ്ങനെയെങ്കിൽ ഒരു മൂന്നാമത്തെ ലോറിയുടെ സാധ്യത അവിടെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ലോറി ഡ്രൈവർമാരോ മനാഫോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുന്നുണ്ടോ? അതായത് 2-ലധികം ലോറികൾ ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് എന്താണ് അവിടെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഷഫീഖ്? അങ്ങനെ തന്നെ പറയേണ്ടി വരും നമുക്ക് സൈഫുദ്ദീൻ. കാരണം ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉള്ളത് 2 വാഹനങ്ങൾ അപകടപ്പെട്ടു എന്നതാണ്. അതിൽ ഒന്ന് ടാങ്കർ ലോറിയും മറ്റൊന്ന് അർജുൻ സഞ്ചരിച്ച മരത്തടി കൊണ്ടുവന്ന ലോറിയുമാണ്. ഈ മരത്തടി കൊണ്ടുവന്ന ലോറി പൂർണ്ണമായും പുഴയിലാണ്. ടാങ്കർ ലോറിയുടെ ഒരു ഭാഗം ലഭിച്ചിരുന്നു. അതിന്റെ ക്യാബിൻ ഭാഗം മാത്രമാണ് പുഴയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കണ്ടെത്തിയ 2 ഭാഗങ്ങൾ, ഒന്ന് അർജുന്റെ ലോറിയും മറ്റൊന്ന് ടാങ്കർ ലോറിയുടെ ഭാഗവും അല്ല, മൂന്നാമതൊരു വണ്ടിയുടേതാണെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ അപകടപ്പെട്ടു എന്ന് കരുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ അത്തരം ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. കൂടുതൽ വാഹനങ്ങൾ അപകടപ്പെട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇല്ല എന്നൊരു ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. അത് ശരിപ്പെടുത്തുന്നതാണോ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ എന്ന് നമുക്ക് ഈ വാഹനങ്ങൾ ഉയർത്തിയതിനു ശേഷം മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പോൾ ആദ്യം കണ്ടെത്തിയ ഇന്ന് 2 വാഹനങ്ങളുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം ഒരു മണ്ണിൽ പൂണ്ട് കിടക്കുന്ന ടയർ ഭാഗങ്ങൾ മുകളിലോട്ടേക്ക് ഉയർന്ന തലക്കീഴായി കിടക്കുന്ന ഒരു ട്രക്കിന്റെ ഒരു ഭാഗമാണ്. ശരി ഷഫീഖ്, എന്തായാലും ശിരൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതാണ്. ഒന്നിലധികം ലോറികൾ മണ്ണിനടിയിൽ പുതഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. എല്ലാം ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.